ഈ വീഡിയോ റിവ്യൂ എന്ന് പറയുന്നതിനേക്കാളും ഇതൊരു മൂവി സജഷൻ വീഡിയോ ആണ്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇത് തിയേറ്ററിലെത്തിയത്. ട്രെയിലർ കണ്ടിട്ട് തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാനിത് കാണാൻ വേണ്ടിയിട്ട് എത്തുമ്പോഴേക്കും തിയേറ്ററിൽ ആളില്ലാത്തതുകൊണ്ട് പല സ്ഥലത്തും ഷോസ് ക്യാൻസൽ ആവുന്നു. അങ്ങനെ സിനിമ തന്നെ തിയേറ്ററിൽ നിന്ന് പോയി. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ ആകസ്മികമായി ഈ സിനിമ റിലീസായത് അറിഞ്ഞപ്പോൾ ഞാൻ കണ്ടു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അർജുൻ ദാസും അന്നാബെന്നും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന, ഹരീഷ് ദുരൈരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമ കോൺ സിറ്റി. ഷോൺ റോൾഡൻ്റെ മ്യൂസിക് ഒരു വലിയ പ്രത്യേകതയാണ്. തിയേറ്ററിൽ പോയി കാണാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഈ പറയുന്നതൊക്കെയാണ്. പക്ഷേ കാണാൻ പറ്റിയില്ല. മംഗലാപുരത്ത് ഒരു ഹോട്ടൽ നടത്തുന്ന ഫാമിലി, ഭാര്യ, ഭർത്താവ്, അവർക്കൊരു കുട്ടിയുണ്ട്. ഈ ഭാര്യയ്ക്ക് ഒരു സഹോദരനുണ്ട്, അമ്മയുണ്ട്. ഒരു ദിവസം കാലിന് സ്വാധീനമില്ലാത്ത ഈ കുട്ടിയെ ഒരാൾ സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഭയങ്കര ഒരു സ്പോയിലറാണെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ. പടം തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ സംഭവിക്കുന്നതാണ്. അവിടെ നിന്നാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോൺ സിറ്റി എന്ന് പറയുന്ന ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാവരും തട്ടിപ്പുകാരെന്ന് പറയുന്ന പോലെ നമ്മൾ ശരിക്കും വേറൊരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് തട്ടിപ്പ് കാണിക്കുന്നുണ്ട്. ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് കാണിക്കുന്ന ആളുകളുണ്ട്. കച്ചവടക്കാർ അവരുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു തട്ടിപ്പുകൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ സ്കെയിൽ കൂട്ടി കാണിക്കുന്നവരുണ്ട്. നമ്മൾ തന്നെ ലൈഫിൽ എന്തൊക്കെ തട്ടിപ്പുകൾ കാണിക്കുന്നത്. അങ്ങനെ തട്ടിപ്പുകാരുടെ ഒരു നഗരം എന്ന് പറയാവുന്നത് പോലെ എല്ലാ ആംഗിളിലും നമുക്ക് അങ്ങനെയുള്ളതിനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിനിമ. ആവശ്യത്തിന് ഫണ്ണുണ്ട്, ചിന്തിക്കാനുള്ളതുണ്ട്, ട്വിസ്റ്റ് ടേൺസ് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയം വേർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണത്. പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ നമ്പർ 1, ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, സിറ്റുവേഷൻസ്, പിന്നെ തട്ടിപ്പുകാർ കണ്ടെത്തുന്ന മാർഗ്ഗങ്ങൾ, ഇതൊക്കെ നമുക്ക് വളരെ റിലേറ്റബിൾ ആണ്. പല ആളുകളും ഇപ്പം ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ തലയിൽ ഒരു ഭാരമായി വന്നിട്ടുള്ള പല ബാധ്യതകളും ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല. ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ നമുക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും, അത് നമ്മളെ കൊണ്ടെത്തിക്കുന്ന അപകടങ്ങൾ, അങ്ങനെ തളർന്നു കുത്തിയിരിക്കുന്ന സമയത്ത് ഏത് വഴിക്കെങ്കിലും രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം കിട്ടിയാൽ അത് കുറച്ച് തട്ടിപ്പാണെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായി പോകുന്ന ആളുകൾ, അങ്ങനത്തെ കുറേ ആളുകൾ ചേരുന്ന ഒരു സിനിമയാണിത്. ഇതിൽ ഓരോ ക്യാരക്ടറിനും ഒരു സ്ട്രഗിളുണ്ട്. ആ സ്ട്രഗിളിന് ശേഷം അവരുടെ മുന്നിൽ തെളിയുന്ന വഴിയുണ്ട്, അതിനെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയുണ്ട്. ഇതൊക്കെ വളരെ രസമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആൻഡ് ദ സിറ്റുവേഷൻസ്, ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാർ, ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കാണാം. പിന്നെ തട്ടിപ്പ്, ദുരാഗ്രഹം, പരിപാടികളൊക്കെ, ഇതെല്ലാം ഓരോ സിറ്റുവേഷനും ഭയങ്കര റിലേറ്റബിളാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള എന്ന് നമ്മൾ പറയുന്ന, നമുക്ക് കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺ ഒക്കെ കാണുന്നത് കുറച്ച് ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനെ ആ ഒരു പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻസും കൂടി ഇട്ടിട്ടാണ് പോകുന്നത്. കുറച്ചൊന്ന് നന്നായി വർക്കായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിയത് ഇതിൻ്റെ അകത്തൊരു ഇമോഷനാണ്. ഈ മകൻ എന്ന് പറയുന്ന ഫാക്ടറിനെ വെച്ചൊരു ഇമോഷൻ ജനറേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കത് അത്ര പവർഫുള്ളായിട്ട് തോന്നിയില്ല. ഇറ്റ്സ് ദെയർ. പക്ഷേ ആ ആസ്പെക്റ്റിൽ കുറച്ചും കൂടി അവർ കാണിച്ചിട്ടുള്ള വിഷ്വൽ പരിപാടിയിൽ നിന്ന് എനിക്ക് ആ ഒരു അത്രയും ബന്ധം ഫീൽ ചെയ്തില്ല. പക്ഷേ അതും കൂടി വർക്കായിരുന്നെങ്കിൽ ഇത് എനിക്ക് പ്രത്യേകിച്ച് ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരു വീട്ടിലിരുന്ന് നമുക്ക് എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞേനെ. മ്യൂസിക് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഷോൺ റോൾഡൻ തകർത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു പാട്ടുണ്ട്, ബ്രോ കണ്ണാ ബ്രോ, അത് ഭയങ്കര രസമുണ്ടായിരുന്നേ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കേട്ട് നോക്കി. നല്ല രസമായിട്ട് ഉള്ളൊരു പാട്ട്, അതിൻ്റെ ഫീല് എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, പിന്നെ ഇതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്ക് ഇവരുടെ ഒരു ലൈഫും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാൻ പാകത്തിന് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഈ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ വന്നു പോകുന്നുണ്ട്. പിന്നെ കാലഘട്ടത്തിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. 2017 അവിടെ നിന്ന് നേരെ 2010 പോയിട്ട്, അപ്പോൾ ആ കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ, വണ്ടികൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഇവർ ഭയങ്കരമായിട്ട് ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സിനിമ കാണുന്ന സമയത്ത് അത് ഫീൽ ചെയ്യും. ആ ഒരു റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു പ്രധാന കഥാപാത്രം ഓടിക്കുന്ന ലാൻസർ കാറാണ്. 2010 പറഞ്ഞു കഴിഞ്ഞാൽ ലാൻസർ കാറ്, അത് വെച്ചിട്ടുള്ള ഷോ ഓഫ്, അതൊക്കെ ഈ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. നമ്മൾ NFS മോസ്റ്റ് വാണ്ടഡ് ഒക്കെ കളിക്കുന്ന സമയത്തും നമ്മുടെ മെയിൻ ആഗ്രഹം ലാൻസർ എന്ന് പറയുന്നതാണ്. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ആ കാലഘട്ടമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ. എൻ്റെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് ജഗപുക, തീയും പുകയും പരിപാടി ഒന്നും കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർക്കുള്ള റിസോഴ്സ് വെച്ച് വളരെ കൺവിൻസിങ് ആയിട്ട്, രസകരമായിട്ട് ഒരു വലിയ സെറ്റ് ഓഫ്, നമ്മുടെ ചുറ്റും നടക്കുന്ന വലിയൊരു സെറ്റ് ഓഫ് തട്ടിപ്പുകളെല്ലാം ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ. അതിഭീകര വയലൻസോ, നമ്മൾ കുട്ടികളുമായിട്ട് കാണാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ പിള്ളേർ ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കഷ്ടപ്പെടുന്ന പോലത്തെ ഡയലോഗുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു എൻ്റർടൈനർ. വളരെ ക്യാച്ചി ആയിട്ടുള്ള തീം, ഒരു മിതത്വത്തോടുകൂടി, അതായത് ഇങ്ങനൊരു സബ്ജക്റ്റ് വരുമ്പോൾ ഇത് മറ്റേ ഓവർ ദ ടോപ്പ് വേറെ ലെവലിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് വരെ അതിൻ്റേതായിട്ടുള്ളൊരു മിതത്വം ആവശ്യമാണ്. അതിൽ നിന്നുകൊണ്ട് രസകരമായി പറഞ്ഞിട്ടുള്ള സിനിമയാണ്. പെർഫോമൻസുകൾ അടിപൊളിയാണ്. അന്നാബെൻ ആണെങ്കിലും, അർജുൻ ദാസ് ആണെങ്കിലും, യോഗി ബാബു, പിന്നെ വടിവ് കരസി,
അവരെയൊക്കെ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്നറിയോ, എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു 3-ലോ 4-ലോ അങ്ങനെ എന്തോ പഠിക്കുന്ന സമയത്താണ് ഈ അരുണാചലം സിനിമ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മറ്റേ ക്രൂരയായ അമ്മൂമ്മയായിട്ട് അന്ന് കണ്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ആ ഇമേജാണ്. ഇവിടെ അവർ എന്ത് രസമായിട്ടാണ് ആ ഹ്യൂമർ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു പറ്റം ഗംഭീര പെർഫോമേഴ്സിൻ്റെ ഏറ്റവും രസമുള്ള പെർഫോമൻസുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു രസമുള്ള സിനിമ. നമുക്കിങ്ങനെ കണ്ട് എൻജോയ് ചെയ്യാവുന്ന, നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെയും ഒന്ന് ഓർത്തെടുക്കാവുന്ന, നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കൊച്ചു സിനിമ. തിയേറ്ററിൽ കാണാത്തതിൽ നെറ്റ്ഫ്ലിക്സിൽ കണ്ടപ്പോൾ എനിക്ക് നഷ്ടബോധമൊന്നും തോന്നിയില്ല, അയ്യോ മിസ്സായി പോയല്ലോ എന്ന്. പക്ഷേ അന്നേ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ ആ സിനിമയ്ക്കൊരു ഉപകാരം ഉണ്ടാവുമല്ലോ എന്ന് പറയുന്ന ഒരു വിഷമം എനിക്ക് തോന്നി. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ പടമുണ്ട്, കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് ഈ സിനിമ കാണണോ വേണ്ടിയും തീരുമാനം എടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. ഇനിയിപ്പോൾ പടം കാണാൻ തീരുമാനിച്ചെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ സിനിമ കാണാനുള്ള ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.